ഇപ്പോൾ മൈഗ്രേഷൻ ആണല്ലോ നമ്മളെല്ലായിടത്തും കേൾക്കുന്നതും കാണുന്നതും ഒക്കെ. അപ്പോൾ മൈഗ്രേഷൻ ഒരു ഹോട്ട് ടോപ്പിക്കാണ്. ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പറയുന്നത് 13 ലക്ഷം ഇന്ത്യൻ സ്റ്റുഡൻസിൽ നിന്ന് ഏതാണ്ട് 11 ലക്ഷം സ്റ്റുഡൻസ് ഫോറിൻ കൺട്രീസിലേക്ക് അവർ അട്രാക്റ്റഡ് ആവുന്നുണ്ടെന്നുള്ളതാണ്. മെയിനായിട്ട് കാനഡ, US, UK, ഓസ്ട്രേലിയ, ജർമ്മനി ഈ സ്ഥലത്തിലേക്കൊക്കെയാണ് അവർ അട്രാക്റ്റഡ് ആവുന്നത്. അപ്പോൾ നമുക്ക് അതിനെ കുറിച്ചിട്ട് സംസാരിക്കേണ്ടതുണ്ട് അല്ലേ? സോ ലെറ്റ്സ് ഹാവ് റിയൽ ടോക്ക് അബൌട്ട് മൈഗ്രേഷനെ പറ്റി പറഞ്ഞതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ഇപ്പോൾ കേരളത്തിലുള്ള ഏതൊരു സ്റ്റുഡൻസിനെ പോലും 12th കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളൊരു ഒരു ക്ലീഷ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഒന്നെങ്കിൽ MBBSന് പോവുക അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് പോവുക എന്നുള്ളത്. സോ ഇപ്പം എൻ്റെ ഫ്രണ്ട് ചെയ്ത് കമ്പ്യൂട്ടർ സയൻസ് ആണ്, BTech ആണ്. അപ്പം പഠിച്ചിറങ്ങിയതിന് ശേഷം ആൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിന് ഒരു കോഴ്സ് ചെയ്ത് ആൾക്ക് അധികം വൈകുന്നില്ല, ഒരു 6 monthsനുള്ളിൽ ആൾക്ക് ഒരു എറണാകുളത്തെ റെപ്യൂട്ടഡ് ഫേമിൽ തന്നെ ജോലി കിട്ടി. പക്ഷെ ആൾക്ക് അന്ന് അവർ ഓഫർ ചെയ്ത സാലറി 8K ആണ്. അതിലൊരു കാര്യം ഓർക്കണം, അതിൽ PF ഡിഡക്ഷൻസ് കഴിഞ്ഞ് ഇൻ ഹാൻഡ് വരുന്നത് 6K ആണ്. അപ്പൊ നമുക്കറിയാലോ, ഈ എറണാകുളം പോലത്തെ ഒരു സ്ഥലത്ത് ഇപ്പൊ നമ്മളൊരു റെന്റിന് ഒരു PGയിലോ അല്ലെങ്കിൽ ഒരു റൂമിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ ആവും ഒരു 3K. പിന്നെ നമ്മുടെ ഫുഡ് ആൻഡ് മറ്റേ എക്സ്പെൻസ് കഴിഞ്ഞ് വന്ന് നമുക്ക് എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പം ഇതേ ഒരു പാറ്റേൺ ഒരു വർഷം എൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്ത് പോയി. ബട്ട് ഗ്രോത്തും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട്. അപ്പൊ ആള് ചിന്തിച്ചു, എന്തുകൊണ്ട് ഞാനൊന്ന് ബാംഗ്ലൂരിലോട്ട് സ്വിച്ച് ചെയ്തില്ല, കാരണം ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ഒരു IT ഹബ്ബാണ്. സോ ഇതുപോലെ തന്നെ ആള് ബാംഗ്ലൂർ പോവുകയും അപ്പൊ അവിടെ ഒരു ഫെയർ എനഫ് ആയിട്ട് അന്ന് അവരൊരു 18K ഇൻ ഹാൻഡ് ഓഫർ ചെയ്തിരുന്നു, ബാക്കി ഡിഡക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ട്. ബട്ട് അഗെയിൻ ഒരു വർഷത്തോളം അത് പോവുകയും ആൾക്ക് പ്രത്യേകിച്ച് വലിയ ഗ്രോത്തോ വലിയൊരു മെച്ചം ഇല്ലെന്ന് തോന്നി കഴിഞ്ഞപ്പോഴത്തേക്കും ആള് ഏതൊരു ആൾക്കാരും ചിന്തിക്കുമല്ലോ തന്നെ, എന്തുകൊണ്ട് ഞാൻ പുറത്തോട്ട് പോയിക്കൂടാ, എന്തുകൊണ്ട് ഇന്ത്യ വിട്ടുകൂടാ, എന്തുകൊണ്ട് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് തേടിക്കൂടാ. അപ്പൊ അങ്ങനത്തെ ഏതൊരു മൈഗ്രേറ്റ് ചെയ്യുന്ന ഏതൊരു സ്റ്റുഡൻസിനെ പോലെ തന്നെ ആള് കാനഡയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും കുറച്ച് പൈസ അങ്ങോട്ട് ഇങ്ങോട്ട് റോൾ ചെയ്ത് ഒരു 30-40 lakhs കൊളാറ്ററൽ സെക്യൂരിറ്റി കാണിച്ച് ആള് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. ഇപ്പം ആളിപ്പോ അവിടെ സെറ്റിൽഡ് ആയി, ആള് MTech ചെയ്ത് സെറ്റിൽഡ് ആയി. സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തുകൊണ്ട് ഇപ്പൊ സ്റ്റുഡൻസ് മൈഗ്രേറ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് ഇപ്പം ഒരു പഠിത്തം കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ആൾക്കാർ പുറത്തോട്ട് നോക്കാൻ തീരുമാനിക്കുന്നു, എന്തുകൊണ്ട് ഇപ്പം ഇതൊരു യൂറോപ്പോ അല്ലെങ്കിൽ ഒരു കാനഡ അല്ലെങ്കിൽ USA പ്രശ്നം മാത്രമല്ല, ഇപ്പം ഗൾഫിൽ പോകുന്ന ആൾക്കാരുണ്ട് അല്ലെ. അപ്പൊ അവിടുത്തെ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വലിയ ഓപ്പർച്യൂണിറ്റീസോ നമുക്ക് വലിയ കരിയർ ഗ്രോത്തോ നമുക്ക് ഇനീഷ്യലി കിട്ടുന്ന സാലറിയോട് നമുക്ക് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് സ്വിച്ച് ചെയ്യുന്നത് ആൾക്കാർ പുറത്തോട്ട് നോക്കുക, മൈഗ്രേറ്റ് ചെയ്യുന്നത്. സോ അതിപ്പോ നമുക്ക് ഒരാളുടെ തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അൺഫോർച്ചുനേറ്റ്ലി നമുക്കിവിടെ ഒരു ഗ്രോത്തോ കാര്യങ്ങളോ ഇല്ലാത്തതിന്റെ ഒരു ഇഷ്യൂസ് ഉണ്ട്. ഇത് കേരളത്തിന്റെ ഒരു പ്രശ്നം മാത്രമല്ല, ഞാനിപ്പോ കേരളത്തിലുള്ള എന്റെ ഫ്രണ്ടിന്റെ ആയിട്ട് പറഞ്ഞു, ഇപ്പൊ നമുക്ക് ഇത് ഇന്ത്യയെ തന്നെ നേരിട്ടുന്നത് ഇഷ്യൂ ആണ്. ഇപ്പൊ അശ്വിൻ പറഞ്ഞത് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചാണ്. എനിക്ക് പറയാനുള്ളത് നോർമൽ ആയിട്ടുള്ള സാധാരണക്കാരനെ കുറിച്ചിട്ടാണ്. ഇപ്പൊ ഒരു സാധാരണ ഒരു ഓഫീസ് ജോലി എന്നൊക്കെ പറഞ്ഞാൽ 8, 10, 12 ഒക്കെ ആയിരിക്കും സാലറി. അപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് അറിയാലോ, കുറച്ച് നാളായിട്ട് സൊമാറ്റോ ഓടുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാനൊരു 19 വയസ്സ് തൊട്ട് ഒരു 50 വയസ്സ് വരെയുള്ള ഏജ് ബാറുള്ള ഒരുപാട് പേരെ കാണുന്നുണ്ട്. ഇവരൊക്കെ പല പല ജോലികൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു സാധാരണ കുടുംബത്തിനെ സംബന്ധിച്ച് ഒരു 8, 10, 12 ഒന്നും ഒരു മാസം അവർക്ക് ഒന്നും ആവില്ല. അങ്ങനെയാണ് പല ആൾക്കാരും ഈ സൊമാറ്റോയിലേക്ക് തിരിയണത് തന്നെ. ഈ സൊമാറ്റോയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വർക്ക് പ്രഷറൊന്നും ഇല്ല. അപ്പൊ ബാക്കിയുള്ള തുച്ഛമായിട്ടുള്ള സാലറിയിൽ ഒരുപാട് വർക്ക് പ്രഷറായിട്ട് ജോലി ചെയ്യണതിന് പകരം ഒരു പ്രശ്നമില്ലാണ്ട് ഒരു 20 തൊട്ട് ഒരു 30 വരെ സാലറി നമുക്ക് മന്ത്ലി ഏൺ ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെയും വേറൊരു പ്രശ്നമുള്ളത് പെട്രോളിന്റെ വിലയാണ്. ഏകദേശം ഒരു 106 ചില്ലറ ഞങ്ങളുണ്ട് 1 ലിറ്റർ പെട്രോളിന്. അപ്പൊ നമുക്കൊരു 30,000 രൂപ മന്ത്ലി സൊമാറ്റോ ഓടേണ്ട ആൾക്ക് 10,000 രൂപയ്ക്ക് എടുത്ത് പെട്രോൾ അടിക്കേണ്ടി വരും. അപ്പോഴാണ് ഞാൻ തന്നെ ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് മാറിയാലോ എന്ന് ആലോചിച്ചത്. അങ്ങനെ ഇപ്പൊ ഒരു 2-3 മാസമായിട്ട് ഇലക്ട്രിക് സ്കൂട്ടറിൽ ഞാൻ ഓടുന്നത്. അപ്പോ അത് ഏകദേശം 2 മാസത്തെ കറണ്ട് ബില്ല് എന്ന് പറഞ്ഞാൽ 1,500 രൂപയാണ്. അപ്പൊ 10,000 ഒരു മാസം 10,000 രൂപ വന്നോടത്ത് 2 മാസം ആകെ 1,500 രൂപ വന്നിട്ടുള്ളൂ. അപ്പൊ എന്റെ പോലെ തന്നെ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഓടുന്ന ഒരുപാട് പേരുണ്ട് സൊമാറ്റോ. അപ്പൊ നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ തന്നെ അധികം വർക്ക് പ്രഷറോ ടെൻഷനോ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നത് ഈ ഡെലിവറി ജോബ്സ് മാത്രമാണ്. പക്ഷെ എത്ര നാൾ നമ്മൾ ഇത് മാത്രം ചെയ്യും? ആ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രോസ്പെക്റ്റ് ഉണ്ടാവണമെങ്കിൽ മൈഗ്രേഷൻ തന്നെ യൂത്തിന് ആകെ ഒരു സ്കോപ്പുള്ളൂ. അങ്ങനെയാണ് പലരും നാട് വിട്ടു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. നിങ്ങൾ പറഞ്ഞ പോയിന്റ്സിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഇവിടെ ഓപ്പർച്യൂണിറ്റിക്ക് അനുസരിച്ചുള്ള സാലറി കിട്ടാതെ വരുമ്പോൾ ഒരു ബെറ്റർ ലൈഫിന് പുറം രാജ്യങ്ങളിൽ പോകുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്.
പക്ഷേ അവിടെ പോയാലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അങ്ങനെ ആരും പറഞ്ഞു കേൾക്കാറില്ല. നമ്മൾ വേറെ ഏത് രാജ്യത്ത് പോയാലും നമ്മൾ അവിടുത്തെ സെക്കൻഡ് ലെവൽ സിറ്റിസൺസ് ആയിരിക്കും. അപ്പോൾ ആ രാജ്യത്തൊരു പ്രതിസന്ധി വന്നാൽ, ഇനി വരാൻ പോകുന്ന കാലം വാറിൻ്റെ ഒക്കെ ആണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവരുടെ ഗവൺമെൻറ് ഒരിക്കലും നമ്മളെ ആയിരിക്കില്ല പ്രിഫർ ചെയ്യുന്നത്. കോവിഡൊക്കെ വന്ന സമയത്ത് നമ്മളിത് കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഉക്രൈൻ റഷ്യ വാറിൻ്റെ ടൈമിലും നമ്മൾ കണ്ടത്. അതുപോലെ ഇവിടുന്ന് പുറത്തേക്ക് പോയി അവിടെ വളരെ അന്തസ്സായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. അതുപോലെ തന്നെ അവിടെ ചെന്ന് അവിടെ നാശക്കോടാലിയാക്കുന്ന ആൾക്കാരും ഉണ്ട്. നിങ്ങളിപ്പോൾ റീസെൻ്റ്ലി കുറേ വീഡിയോസൊക്കെ കണ്ടു കാണുമല്ലോ. അവിടെ പല രാജ്യങ്ങളിൽ പല സ്ട്രീറ്റിലെ റോട്ടിലൊക്കെ ഈ റിച്വൽസ് നടത്തുന്നതും അതുപോലെ അവിടെ ഈ ഗാർബേജസ് ഒക്കെ ഡംപ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. വേൾഡിൽ തന്നെ ഏറ്റവും യങ്ങസ്റ്റ് കൺട്രി ആണല്ലോ ഇന്ത്യ. എന്നിട്ടും ഇവിടുത്തെ യൂത്തിനെ ശരിക്കും യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ നമ്മുടെ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾക്ക് പറ്റുന്നില്ല എന്നതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ആദ്യം യൂത്തിനെ പരിഗണിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഓപ്പർച്യൂണിറ്റി കൂടുതൽ ക്രിയേറ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള സാലറിയും അവർക്ക് കൊടുക്കേണ്ടതാണ്. അതുപോലെ പെട്രോളും ടാക്സും ഒക്കെ കൂട്ടുമ്പോൾ അതിനനുസരിച്ച് ജീവിത ചെലവും വർദ്ധിക്കുന്നതാണ്. അപ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ള സാലറിയും അവർക്ക് കൂട്ടിക്കൊടുക്കണം. ഇനി യൂത്തിനെ അട്രാക്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സമീപ ഭാവിയിൽ ഇവിടെ പ്രായമായവർ മാത്രമായിരിക്കും ഉണ്ടാവുക. ഈ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ ഭാവിയിൽ വൃദ്ധസദനങ്ങളായി മാറുന്ന കാലം വരും.